മഞ്ഞു പുതച്ച മേഘങ്ങൾക്കിടയിൽ ഇടുക്കിയുടെ മലനിരകളെ വിശ്വാസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും അനശ്വര പ്രതീകമായി കാൽവരി മൗണ്ട് തലയുയർത്തി നിൽക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിൽ പ്രകൃതി ഒരുക്കിയ ഈ മഹാത്ഭുതം കേവലം ഒരു കാഴ്ചയല്ല, മറിച്ച് ആത്മീയത തേടുന്ന ആയിരങ്ങളുടെ പ്രാർത്ഥനകൾ പ്രതിധ്വനിക്കുന്ന പുണ്യസങ്കേതമാണ്. ആയിരത്തി 1967 ഇവിടെ ഒരു ദേവാലയത്തിന് അടിസ്ഥാനം ഇടുന്നിടം വരെ ഈ സ്ഥലപ്പേര് നാരുപാറ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1967 മുതലാണ് ഈ സ്ഥലം കാൽവരി മൗണ്ട് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. 1970 നോമ്പുകാലം മുതലാണ് ഇവിടെ കുരിശുമല കയറ്റം ആരംഭിച്ചത്. ഇന്ന് അത് ഒത്തിരിയേറെ പ്രചാരം അത് നേടിയിട്ടുണ്ട്. ഒത്തിരിയേറെ സന്ദർശകർ, ടൂറിസ്റ്റുകളായിട്ടും അതുപോലെ തന്നെ തീർത്ഥാടകരായിട്ടും ഒത്തിരി പേര്, പ്രത്യേകിച്ച് നോമ്പിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 5:30 ആരംഭിക്കുന്ന കുരിശുമല തീർത്ഥാടനത്തിൽ എല്ലാവരും പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദുഃഖവെള്ളിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ മലയുടെ മുകളിലേക്ക് തീർത്ഥാടനത്തിനായിട്ട് ഒത്തിരി പേര് കടന്നു വരുന്നു. വരുന്നവർക്കെല്ലാം നമ്മൾ നേർച്ച കഞ്ഞി ദുഃഖവെള്ളിയാഴ്ച നമ്മൾ നൽകുന്നുണ്ട്. എഴുപതുകളിൽ ഈ കുരിശുമല കയറ്റം എല്ലാ വലിയ നോയമ്പ് കാലത്തും എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ, ഇവിടുത്തെ സന്യാസ സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി നടത്തപ്പെടുന്നു. ഈ ഇടവകങ്ങൾ മാത്രമല്ല, സമീപ പ്രദേശത്തു നിന്നുള്ളവരും സമീപകാലത്ത് തീർത്ഥാടനത്തിന് വരുന്നവരും ഒക്കെയായി നല്ല ഒരു ജനപങ്കാളിത്തം അതിനുണ്ട്. ഓരോ നോമ്പുകാലത്തും കുരിശിലേറ്റപ്പെട്ട ഈശോനാഥന്റെ പീഡാനുഭവ സ്മരണകൾ നെഞ്ചിലേറ്റി പതിനായിരങ്ങളാണ് ഈ മല കയറുന്നത്. ഇന്ന് ഇപ്പം ടൂറിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കുരിശുമല കയറ്റമൊക്കെ ആ പ്രാധാന്യത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. ആത്മീയ മേഖലയിൽ ഇത് നൽകുന്ന ഒരു വലിയ ഒരു ഉണർവ്. കാരണം ഈ കുരിശുമലയുടെ മുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ താഴെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയല്ല, അതിന് മുകളിൽ വളരെ മനോഹരമായ രണ്ട് വശങ്ങളിലേക്കും, ഒരു വശത്ത് മലകളുടെ സൗന്ദര്യവും മറുവശത്തേക്ക് ഇടുക്കി ഡാമിൽ കിടക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു മനോഹാരിതയും ഒക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് ഈ കുരിശുമല എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നത്. അവിടെ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്നവർക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ള സാക്ഷ്യങ്ങളും ഈ നാളുകളിൽ ഒത്തിരി പേര് വ്യക്തിപരമായിട്ട് എന്നോട് പങ്കുവച്ചിട്ടുമുണ്ട്.